ഹലോ, ഞാൻ സഞ്ജു. ആരും കിടന്നില്ലേ? ഞങ്ങൾ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് ചേട്ടാ. ചേട്ടനോ? ഞാൻ സീനിയറൊന്നുമല്ല, ഈ റൂമിൽ തന്നെ. രാവിലെ ആദ്യം വന്ന ഞാൻ. അപ്പോഴെന്നെ പൊക്കിക്കൊണ്ട് അമ്മാരെ ഡ്രസ്സ് മൊത്തം വാഷ് ചെയ്തിട്ട് 8ന്റെ പണി കിട്ടിയ സുഹൃത്ത്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. അല്ല, എന്നെക്കാളും പണി കിട്ടിയമാരും ഈ റൂമിനകത്തുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കഴിഞ്ഞില്ലേ? ഹലോ, ഹായ്, അനിൽകുമാർ. ഹായ്, ഹാരിസ്, അച്ചു, മുരളീകൃഷ്ണൻ, സഞ്ജു. ഹലോ, ഹായ്. കുഞ്ചാക്കോ. നട്ടപ്പാതിരക്ക് ഹായ് പറഞ്ഞിട്ട് ഇടിക്കാനാണോ എന്തോ? ഫസ്റ്റ് ഇയർ ആണല്ലോ അല്ലേ? അതെ. വെറുതെ കുറഞ്ഞ അതെ സുഹൃത്തെ, ആ കഥവിന്റെ കുറ്റിയിട്ടിട്ട് വരണം കേട്ടോ. മുണ്ട് ഊരി കുത്തി മനുഷ്യന്റെ കൈയുടെ കുഴ തെറ്റി മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. രാവിലെ എണീറ്റ് പഠിത്തം തുടങ്ങാനുള്ളതല്ലേ. കുഞ്ചാക്കോ എണീക്ക്. നേരം വെളുത്തു. നല്ല മണമുള്ളതാണോ? ഉള്ളതാണെങ്കിൽ കുറച്ച് പൗഡർ ഇടാൻ തരുമോ? ഇറങ്ങാം, വാ വാ, ടൈമായി. കാണിക്കുന്നു മൊത്തം തീർത്തു. ജന്തു പോകുന്നുണ്ടോ? മനസ്സിലായി. ഇവിടെ ഓടിയാലോ? നേരെ വീട്ടിലേക്ക് ഓടേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഓടിച്ചിട്ട് പിടിക്കും. ചെന്ന് കണ്ടിട്ട് വന്നു. വെറുതെ കിട്ടിയ പൗഡർ മുഖത്ത് കുറച്ച് കൂടുതലുണ്ട്, അതായിരിക്കും. ഇങ്ങനെ രവട നിങ്ങളുടെ കോപ്പില് വർത്താനം പറഞ്ഞു തിരിയാൻ പറ്റുന്നില്ലേ? എന്നെയാണോ ചേട്ടന്മാര്? അല്ല, നിന്റെ അപ്പൂപ്പനാടാ. പോണ എങ്ങോട്ടാടാ ഈ ബുക്കും കൊണ്ട്? ആദ്യ ദിവസമല്ലേ ക്ലാസ്സിലേക്ക്. ചുമ്പയുടെ കളർ കണ്ടപ്പോ പാപ വിചാരിച്ചു നീ വല്ല ബാറ്റ് വേളത്തിന് പോകണമെന്നല്ല. പോയി മാറിയച്ചേ വേറെ ഇട്ടോട്ട് പോ. ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കറിയാം. ഹലോ, ഇത്രയും ദൂരം നടക്കാനുണ്ടോ? അവന്റെ കോലം കണ്ടോ? പെങ്ങളെ എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോ. ചോദിച്ചു കേട്ടില്ലേ? പൈസ സഹായിക്കൂ. നിന്നെ പിന്നെ അടുത്തോളാം കേട്ടോ. കടും കളർ അവർ മാറ്റിച്ചില്ലേ? വെള്ളത്തിൽ ഭേദപ്പെട്ട കളർ ഇതാന്ന് പറഞ്ഞ് വിദ്യ ഞാൻ എന്ത് ചെയ്യാനോ? അതാണ് ശ്യാം ശ്രീധരൻ, അനിൽകുമാർ, ഹാരിസ്, ജാക്ക് ഡക്ലസ് കോൺസ്റ്റന്റൈൻ മെറാൻഡ. ആദ്യത്തെ ദിവസം പരിചയം വെച്ച് ഞങ്ങളെല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങിന് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞങ്ങളെല്ലാവരും അടുത്ത് പരിചയക്കാരായത്. അന്ന് തന്നെ വളരെ യാദൃശികമായി അന്നയുമായി നേഹയ്ക്ക് ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഞങ്ങളോടൊപ്പം ചേർന്നു. ശ്യാമിൻ്റെ 2 വീലർ കമ്പം, എൻ്റെ കൂളിംഗ് ഗ്ലാസ് വീക്ക്നെസ്, കാഞ്ഞിരപ്പള്ളി അച്ഛനായി അവതരിച്ച കുഞ്ചാക്കോ ശരിക്കും ആരാണെന്നുള്ളത്, അങ്ങനെ പലതും അന്ന് തന്നെ പുറത്തു വന്നു. സീനിയേഴ്സ് അവരുടെ പരിക്കം പ്രകടനം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പരമാവധി ശ്രമിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇതുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് സഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇടയ്ക്കിടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലും ഗ്രൗണ്ടിലും കണ്ടിരുന്ന മസ്താനെ പറ്റി പല കഥകളും പലരും പറഞ്ഞ് കേട്ടു തുടങ്ങി. ഇവരുടെ ഗേൾസ് ഹോസ്റ്റലിലെ പോലെ അത്ര ശാന്തമായിരുന്നില്ല ഞങ്ങളുടെ മെസ്സിലെ കാര്യങ്ങൾ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് വരാന്തയിലെ സ്പീക്കറിൽ അടിച്ചുപൊളി പാട്ടുകൾ എന്നും പതിവായിരുന്നു. കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ കായൽ ഉൾപ്പെടെയുള്ള കോളേജ് ടീമിൻ്റെ പരിശീലനം കണ്ടിരിക്കൽ ഞങ്ങൾക്കൊരു ശീലമായി. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ക്യാമ്പസും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേർന്നു. വാടനച്ചന്മാരിൽ കോട്ടയിലച്ഛനെ വല്ലപ്പോഴുമേ കാണാറുണ്ടായിരുന്നുള്ളൂ. പകലെ പിള്ളേർക്കൊപ്പം വയലിനുമായി ക്യാമ്പസിൽ ചിരിച്ചു നടന്ന പ്ലാവനാക്കുഴി അച്ഛനെ ആയിരുന്നില്ല രാത്രി ഹോസ്റ്റലിൽ വന്ന്. പിള്ളേരുടെ കുരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ ടോർച്ചുമായി നടക്കുന്ന കർക്കശക്കാരനായി മാറുമായിരുന്നു അച്ഛൻ. പക്ഷെ തക്കം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ്റെ കണ്ണുവെട്ടിച്ച് സീനിയേഴ്സ് ഞങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടേയിരുന്നു. മിക്കവാറും വരാന്തകളിൽ വെച്ചായിരുന്നു അവരെ ചോദ്യം ചെയ്യൽ. നിന്നെ കണ്ടിട്ട് ഞങ്ങളെക്കാൾ സീനിയറാണ് തോന്നുന്നുണ്ടല്ലോടാ. ഇടയ്ക്ക് വേറെ ഒരു കോഴ്സിന് 2-3 വർഷം പോയിരുന്നു. നിന്നെ ഒന്നും ഉണ്ടാക്കിയ കമാൻഡേഴ്സ് ആരൊക്കെയാടാ? അതെൻ്റെ കസിൻ്റെ സ്റ്റാഫുകളാണ്. കസിനും തടാ പണി. അവർക്ക് ബാർ ഹോട്ടൽ ബിസിനസ്സാണ്. ഏത് ബാറാടാ? പലയിടത്തും ഉണ്ട്. ക്രൗൺ, അഞ്ജലി, സംഗീത. നീ അപ്പൊ ഈ തോട്ടാശ്ശേരി മാർട്ടിന്റെ ഫസ്റ്റ് കസിനാണ്. ഒരു മിനിറ്റ്. അജു ഇതിനു മുമ്പ് എവിടെയായിരുന്നു?
ദുബായിലായിരുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ വരാം. പക്ഷേ അത് കഴിഞ്ഞ് നാളെ മുതൽ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഓക്കെ? വേണ്ട, അജു ആരാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനിയിപ്പോ അജു നമ്മുടെ ആളല്ലേ? ഏത് അജു ആയി, അജുവിന്റെ പാടായി. ഏത് ഓക്കെ വാന്ന്. ഇവര് 6 പേരും ഒരു റൂമിലാണത്രേ. ഇതിൽ ഞാൻ ശ്യാമ ഒരു റൂമിൽ. ഹോസ്റ്റലിൽ സീനിയേഴ്സിനൊക്കെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്കോ? ആ ഇവിടെ ചില പണക്കാർ സീനിയേഴ്സിന്റെ ചൂണ്ടയെ കൊളുത്തിയതുകൊണ്ട് വേറെ ആർക്കും വലിയ പരിക്കില്ലേ. ഈ ഇവര് നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണോ? അവര് ഫസ്റ്റ് ഫ്ലോറിൽ. ഓ, എന്തോ അവർക്ക് നമ്മുടെ കമ്പനി ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ലാന്ന് തോന്നുന്നു. അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും നമ്മൾ തമ്മിലൊരു ജാടിയും പറയപ്പില്ലാതിരുന്നാ മതി. അല്ല, ശ്യാമിൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എങ്ങനെ അറിഞ്ഞു? അതന്ന് റാഗിതിപ്പോൾ കേട്ടിട്ടുണ്ടാവല്ലേ? അത് അമ്മ ബസ്സിൽ നിന്ന് വീണതാ. ഡോറില്ലാത്തൊരു ബസ്സായിരുന്നു, പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പില്ല. അയ്യോ, അതെ, പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ ശ്യാം ഒരു കിടില സംഗീത പ്രേമിയാണ്. ഇവന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എന്നെ കാണിച്ചു തന്നു. 99% ഒരൊറ്റ ആളുടെ. ആര്യ? എനിക്ക് റഹ്മാൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കക്ഷി ഫുൾ ടൈം പാട്ട് കേൾക്കലും പാട്ട് പാടലും. ഓ ശ്യാം പാടുകയും ചെയ്യോ? ചെറുതായിട്ട്. ഫ്യൂച്ചർ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ശ്യാം. എൻ്റെ പൊന്നെ, ഡാഡി ഇപ്പൊ ഷിപ്പില, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വന്നേനെ. തിങ്കളാഴ്ച നീ പോയിട്ട് വരുമ്പോ നിന്റെ എസ്റ്റേറ്റിൽ നല്ല മുന്തിയനും തേയിലപ്പൊടി ഏലക്കാൻ കൊണ്ടുവരാൻ മറക്കണ്ട. അപ്പൊ ഒരു 5 കിലോ കടപ്പുറത്ത് ഇവിടെ ഏലക്ക. എത്തിയിട്ട് വിളിക്കട്ടോ. ഓക്കേടാ, ബൈ ബൈ ബൈ. വീക്കെൻഡിൽ വീട്ടിലേക്ക് പോകുന്നവരെ കണക്കെടുപ്പ് മസ്താൻ്റെയും കൂട്ടരെയും പതിവായിരുന്നു. പാരൻസ് ഗൾഫിലായതുകൊണ്ട് മായ മിക്കവാറും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഈ പേവെള്ളം കൂടി നിർത്തുന്നുണ്ടോ? കൊച്ചു പിള്ളേരെ മുന്നേ വെച്ചിട്ട് ഒന്ന് പോടി, നിന്റെ അപ്പന്റെ നിലവിലൊന്നും അല്ലല്ലോ. എന്റെ പൊന്നും കൂടെ ഒരാഴ്ച മാറി ഇന്നേച്ച് വന്നേക്കുവാ, അതിന്റെ സന്തോഷത്തിലല്ലയോ? അപ്പൊ ഇന്നലെ വെട്ടി പിടിഞ്ഞതോ? അതവള് ഒരാഴ്ച ഇല്ലാത്തന്റെ നിർത്തി. ആ, എങ്ങനുണ്ട് നിന്റെ കോളേജും ഹോസ്റ്റലും ഒക്കെ? പറ. കോളേജ് സൂപ്പറാ. ഹോസ്റ്റൽ ഒന്ന് രസമായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഈ തെണ്ടി ഒറ്റൊരുത്തൻ കാരണം ഇവനാ പറഞ്ഞത് അവിടെ ചെന്ന് യഥാർത്ഥ പേരും സ്ഥലവും പറയേണ്ടത്. അതുകൊണ്ടെന്താ അവന്മാരുന്ന് ഇഷ്ടം പോലെ ഇടി എനിക്ക് മേടിച്ച് കിട്ടിയല്ലോ. പോയി അവരെ മുമ്പിൽ ഞെളിഞ്ഞിറങ്ങാൻ ഞാൻ പറഞ്ഞു നിന്നോട്. ഞാൻ ചാണകപ്പൊടി പൊതിഞ്ഞോണ്ട് നോക്കൂ. അതൊന്നും സാരമില്ല അമ്മേ. അന്ന് അയച്ചതിൻ്റെ ബാലൻസ് ഉണ്ട്. പൈസ വേണ്ടപ്പോൾ ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ ഞാനും മുരളീന്ന് പേരുള്ളൊരു ഫ്രണ്ട്, ബാക്കി എല്ലാവരും വീട്ടിൽ പോയി. ആ കഴിച്ചു. അപ്പൊ ശരിയമ്മേ, വേറെ ഒന്നുമില്ലല്ലോ. വെള്ളിയാഴ്ച ആയിട്ട് രണ്ടുപേരും വരുന്നോ? പരിപാടി എന്ന് വെച്ചാലേ ഒരു പടത്തിന് വിട്ടാലോ? മമ്മൂക്കാട് പുതിയ പടം ഇറങ്ങിയ ദിവസമല്ലേ? ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോവാ. നിങ്ങൾ വരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഇനി അത് മുകളിൽ അറിഞ്ഞിട്ട് വേണം. ഞങ്ങളില്ലേ? അയ്യോ, അതിന് പ്രശ്നക്കാരൊക്കെ എപ്പോഴും സ്ഥലം വിട്ടു. ആ ക്ലീറ്റസും ടീമും ഒക്കെ വാഗമണ്ണ് ടൂർ പോയി. പിന്നെ ഇവിടെ ഇപ്പൊ ആകെ ഉള്ളത് മസ്താനും ഗ്യാങ്ങുവാ. പിള്ളേരൊക്കെ പോയപ്പോ ഹോസ്റ്റലൊന്നും ഉറങ്ങിയല്ലേ? ആ ഉള്ളതാച്ചു. ആരൊക്കെയാ ഇരിക്കുന്നത്? ബാക്കിയുള്ളവന്മാരൊക്കെ പോയപ്പോ രണ്ടുപേരും തനിച്ചായോ? വല്ലതും കഴിച്ചോടാ? എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവന്മാരിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ട ആ പാഷാണങ്ങളൊക്കെ മുകളിലുള്ളതാ. ഒന്നുമില്ല ചു, അവന്മാര് വല്ല തമാശ. അതെ അതെ, ഈ ജെയിംസ് അച്ഛനെ എല്ലാത്തിനും ലാളിച്ച് വഷളാക്കുന്നത്. അതുകൊണ്ടെന്താ ഒരൊറ്റ ഒരുത്തരം എന്നെ കണ്ടുകൂടാ. അച്ഛൻ തന്നെ അത് പറയണം. അച്ഛോ, അച്ഛന്റെ ഈ സ്റ്റൈൽ കണ്ടിട്ടാ പിള്ളേർ ക്യാമ്പസിൽ കൂടെ മുടിയും വളർത്തിക്കൊണ്ട് നടക്കുന്നത്. അച്ഛോ, കർത്താവിന്റെ ഈ സ്റ്റൈൽ അനുകരിക്കുന്നത് തെറ്റാണോ? പിടിക്കുമ്പോ അവന്മാരും ഇതൊക്കെ തന്നെ പറയുന്നത്.